വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷനിൽ ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വെക്കേഷൻ ടൈമിൽ കൂടുതൽ കൺസേൺ ആവുന്ന ഒരു കാര്യമാണല്ലേ, ലാംഗ്വേജ് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലപ്പോഴും മാർക്ക് കുറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ ഇനി അതൊരിക്കലും ഉണ്ടാവില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മളൊരു സീരീസ് പോലെ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും വേഗം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ആദ്യം നിങ്ങൾ ആലോചിക്കാം, ഇപ്പൊ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അല്ലെ. അതൊരു സാമ്പാർ പോലെയാണ്, അതിൽ ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാവും, അതിൽ ഒരുപാട് ചേരുവകൾ ചേർക്കണം. അങ്ങനെ എല്ലാം തിളപ്പിച്ചൊരു പാകമാക്കി വരുമ്പോഴാണ് നല്ല രസമുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറായിട്ട് മാറാം. സോ ഇതുപോലെയാണ് നമ്മുടെ ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സെന്റൻസസുകളും. ഓരോ സെന്റൻസസിലും പല പല കാര്യങ്ങളുണ്ടാവും. പ്രിപ്പോസിഷൻസ് ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, നൗൺ ഉണ്ടാവും, പ്രോനൗൺ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു മീനിങ് ഫുൾ സെന്റൻസ് അല്ലെങ്കിൽ ഒരു നല്ല ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. സോ ഇതുപോലെ നമ്മുടെ വേർഡ്സിലും ഒരു ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സെന്റൻസസിലും അടങ്ങിയിട്ടുള്ള പല പല വേർഡ്സിന് ഒരു പല പല പാർട്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ പല പല എന്തുണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു സാമ്പാറിൽ ഓരോരോ കഷ്ണങ്ങൾ ഇടുന്ന പോലെ ഒരു സെന്റൻസിനെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഓരോരോ സ്പീച്ചിന്റെ ഓരോരോ പാർട്സുകളെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ലെറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ട് വേർഡ്സ് ആവുന്നു, വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആവുന്നു. പക്ഷേ ഈ വേർഡ്സ് എല്ലാം ഒരേപോലത്തെ വേർഡ്സ് ആണോ? എല്ലാം നൗൺസ് അല്ലെങ്കിൽ എല്ലാം പ്രോനൗൺസ് ചേർന്നാൽ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് മാറും? ഒരിക്കലും ഇല്ല അല്ലെ. സോ അതില് പല പല സെക്ഷൻസ് ഉണ്ട്, പല പല പാർട്സുകൾ ഉണ്ട്. സോ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 8ഓളം പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് എന്ത് ചെയ്യുന്നതാണ്, കവർ ചെയ്യുന്നതാണ് കേട്ടോ. സോ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദ ബേസിക് ടൈപ്സ് ഓഫ് വേർഡ്സ് വി യൂസ് ടു ഫോം സെന്റൻസസ്. നമ്മൾ സെന്റൻസസുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബേസിക് ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ്. ബേസിക് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ത്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈച്ച് വേർഡ് ബിലോങ്സ് ടു എ കാറ്റഗറി based on how it works in a sentence. അപ്പൊ അതൊരു സെന്റൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേർപ്പസ് എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. നൗൺ, പ്രോനൗൺ, വെർബ്, adjective, adverb, prepositions, conjunctions, interjections. ഇതില് നൗൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നൗൺ ഇത്രത്തോളം പഠിക്കാനുണ്ടോ അല്ലെ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, a name of a place, person, thing or idea അല്ലെ. പക്ഷെ നമുക്ക് ഒരുപാട് ടൈപ്സ് നൗൺസ് ഉണ്ട്. അതിന്റെ മക്കൾക്ക് അറിയുണ്ടാവോ? ഇല്ല അല്ലെ, കോമൺ ആയിട്ട് അറിയുണ്ടാവില്ല. പലപ്പോഴും നമുക്ക് എക്സാമിന് കോമ്പൗണ്ട് നൗൺ ഒക്കെ ചോദിക്കാറുണ്ട്, അതുപോലെ കളക്റ്റീവ് നൗൺ ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. നിങ്ങൾ USSഉം NMMS ഇംഗ്ലീഷ് ഇല്ല, USSഉം LSS ഒക്കെ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിൽ കളക്റ്റീവ് നൗൺസ് ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. സോ എല്ലാ നൗൺസിന്റെയും ഏതൊക്കെയാണ് നൗൺസ് എന്ന് അറിയേണ്ടതും ഏതൊക്കെയാണ് ടൈപ്പ് എന്നുള്ളതും നമുക്ക് എന്തായാലും നോക്കണം. സോ ഫസ്റ്റ് നമ്മൾ നൗണിലേക്കാണ് പോകുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഒരാളുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു സാധനത്തിന്റെയോ ഒരു ആശയത്തിന്റെയോ ഒരു ഐഡിയയുടെയോ നെയിമിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ പേരെന്താ, ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ടീച്ചർ ആണ് അല്ലെ, ഒരു പേഴ്സന്റെ ഒരു നെയിമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഒരു നൗൺ ആണ്. ക്ലിയർ? ഇതെന്താ, കേരള, ഗോഡ്സ് ഓൺ കൺട്രി, നമ്മൾ പ്ലേസ് ആണ് അല്ലെ. ഒരു പ്ലേസിന്റെ നെയിം അല്ലെങ്കിൽ കേരള എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു നൗൺ ആണ്. ഇനി അതുപോലെ സ്കൂൾ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്ലേസ് അല്ലേ, അതും എന്ത് തന്നെയാണ്, നൗൺ തന്നെയാണ്. ഇനിയിപ്പോ ഐസ്ക്രീം, ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു തിങ് അല്ലേ, ഒരു സാധനം അല്ലേ, അതെന്താണ്, നൗൺ ആണ്. ഇനി ബുക്സ്, ബുക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തിങ് ആണ് അല്ലെ, അപ്പൊ അതും എന്ത് തന്നെയാണ്, ഒരു സാധനമാണ്. ഇതെന്താ, ലവ് ആണ് അല്ലെ. ലവ് എന്ന് പറഞ്ഞ ഒരു ആശയല്ലേ, ഒരു ഐഡിയ അല്ലേ, അപ്പൊ അതും എന്ത് തന്നെയാണ്,
നൗൺ തന്നെയാണ്. സോ ഇങ്ങനെ ഒരു പ്ലേസിന്റെയോ ഒരു സാധനത്തിന്റെയോ ഒരു തിങ്ങിന്റെയോ ഒരു പേഴ്സന്റെയോ ഒരു ഐഡിയയുടെയോ നെയിമിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേഴ്സൺ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫാമർ, ഡോക്ടർ. ഇനി ആദിത്യ, എന്റെ പേര് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? എന്റെ പൊസിഷൻ പറഞ്ഞാലും എന്റെ പേര് പറഞ്ഞാലും അത് നൗൺ തന്നെയാണ്. പ്ലേസ്, സ്കൂൾ, കേരള, പാർക്ക്, ഇങ്ങനത്തെ പ്ലേസുകളുടെ നെയിം എന്ത് തന്നെയാണ്? നൗൺ ആണ്. തിങ് എന്തൊക്കെ പറയാം? ഫോൺ, ചെയർ, കാർ, ബസ്. ഇനി ഐഡിയ എന്ന് പറഞ്ഞാലോ? ഓണസ്റ്റി, ഇല്ലേ? സത്യസന്ധത, ഒരു ആശയാണ്, അത് നൗൺ ആണ്. ലവ്, ഫ്രീഡം, ഇതൊക്കെ എന്ത് തന്നെയാണ്? നൗൺ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് എന്തുണ്ട്? പല ടൈപ്സ് നൗൺസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ആണ് കോമൺ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നൗൺ ആണ് കോമൺ നൗൺ. ഓക്കെ, ഇപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്, കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പേര്. ഓക്കെ, സോ നെയിംസ് ഓഫ് ജനറൽ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആൺകുട്ടീന്റെ പേര് അഭിഷേക് അല്ലെങ്കിൽ അർജുൻ എന്നാണെന്ന് വിചാരിക്കാം. പക്ഷെ അത് ഒരു ആൺകുട്ടിയാണ് അല്ലെ. ആ ഒരു സെക്ഷന് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ബോയ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ട് ഒരാൾക്കോ ഒരു സാധനത്തിനോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന നെയിമിനെ എന്താണ് നമ്മൾ പറയാ? കോമൺ നൗൺ ആണ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോഴിക്കോട്, കൊച്ചി, ഇതൊക്കെ എന്താണ്? മുംബൈ, ഇതൊക്കെ സിറ്റീസ് ആണ്. ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നതിന് പകരം നമ്മൾ മൊത്തത്തില് സിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഒരു കോമൺ നൗൺ ആണ്. ഇപ്പൊ പല പല ആനിമൽസ് ഉണ്ട്, കൗ, എലിഫന്റ്, ഇതൊക്കെ എന്താണ്? ആനിമൽസിന്റെ പെർട്ടിക്കുലർ നെയിംസ് ആണ്. അതിന് പകരം മൊത്തത്തിൽ ജനറൽ ആയിട്ട് നമ്മൾ ആനിമൽ എന്ന് പറയുകയാണെങ്കിൽ അതെന്താടാ? കോമൺ നൗൺ ആണ്. സോ ഇതുപോലെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നൗൺസിനെ കോമൺ നൗൺസ് ആണ് പറയാറുള്ളത് കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ദ ടീച്ചർ വാക്ക് ടു ദ സ്കൂൾ വിത്ത് എ ബാഗ്. ടീച്ചർ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് അല്ലെ. ടീച്ചറിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ജനറൽ ആയിട്ടാണ് പറയുന്നത്. വാക്ക് ടു ദ സ്കൂൾ, സ്കൂളിന്റെ നെയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫോർ എക്സാമ്പിൾ സ്കൂളിന്റെ നെയിം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാണ്, AUP സ്കൂൾ, AUP സ്കൂൾ ചെലമ്പ്ര എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? അത് പെർട്ടിക്കുലർ ആയിരിക്കും. പക്ഷെ ഇത് സ്കൂളിന് ജനറൽ ആയിട്ട് പറയുമ്പോൾ അതെന്താടാ? കോമൺ നൗൺ ആണ്. ബാഗ് എന്ന് പറഞ്ഞാലോ? ഏത് ബാഗാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ബാഗിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് നൗൺ ആണ്, കോമൺ നൗൺ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് പ്രോപ്പർ നൗൺസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ എന്നെ ടീച്ചർ എന്ന് പറയാണ്, ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കോമൺ നൗൺ ആണ്. എന്റെ പേര് പറയാണ്, ആദിത്യ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ അതെന്താടാ? പ്രോപ്പർ നൗൺ ആണ്. സോ നെയിംസ് ഓഫ് സ്പെസിഫിക് പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ പ്രോപ്പർ നൗൺ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും പ്രോപ്പർ നൗൺ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. ഫോർ എക്സാമ്പിൾ രാം, രാം എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ലണ്ടൻ എന്ന് പറയുന്ന ഒരു സിറ്റിന്റെ പേരാണ്. മൺഡേ സ്പെസിഫിക് ആയിട്ടുള്ള ഡേ ആണ് അല്ലെ. സോ ഇതുപോലെയുള്ള പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് കളക്റ്റീവ് നൗൺ. നെയിംസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറേ ആനകൾ ഇങ്ങനെ കൂട്ടത്തിൽ പോവാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിനെ മൊത്തമായിട്ട് നമ്മൾ ഹേർഡ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടത്തിനെ നിങ്ങൾ ഗ്യാങ് എന്ന് പറയും. ഇപ്പൊ KGF ഡയലോഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗ്യാങ് ആയിട്ട് വരുന്നവൻ ഗ്യാങ്സ്റ്റർ, അവൻ ഒറ്റയ്ക്കാണ് വരുന്നത് മോൺസ്റ്റർ എന്നൊക്കെ. സോ ഗ്യാങ്ങിന്റെ മീനിങ് എന്താ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ്. സോ ഓരോന്നിന്റെയും ഒരു ഗ്രൂപ്പിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല നൗണുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. സോ നെയിംസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ്. ഫോർ എക്സാമ്പിൾ ടീം അല്ലെ, ടീം ഓഫ് ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടീം ഓഫ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയാറുണ്ട്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ക്ലാസ്, ഹേർഡ്, പാക്ക്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ദ ഹേർഡ് ഓഫ് കൗസിന്റെ ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയാ? ഹേർഡ്. എലിഫന്റിന്റെ ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയാറുണ്ട്? ഹേർഡ് എന്ന് പറയാറുണ്ട്. പാക്ക് ഓഫ് വൂൾസിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്ത് പറയാറുണ്ട്? പാക്ക് എന്ന് പറയാറുണ്ട്. സോ ഇതുപോലെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കളക്റ്റീവ് നൗൺസ്. അടുത്തതാണ് അബ്സ്ട്രാക്ട് നൗൺസ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഐഡിയാസിന്റെ നെയിം, ലവ്, ഫ്രീഡം, അതുപോലെ ഓണസ്റ്റി, ഇതൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ആണ് അല്ലെ. നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ഇല്ല, ഒരു ഫീലിങ്സിന്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ അല്ലെ. സോ ഇത്തരത്തിലുള്ള നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. നെയിംസ് ഓഫ് ഫീലിങ്സ്, ഐഡിയാസ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് വി കനോട്ട് സീ ഓർ ടച്ച്. നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഒരു സാധനമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത നൗണുകളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? അബ്സ്ട്രാക്ട് നൗൺ. ലവ്, ട്രൂത്ത്, ആങ്കർ, കൈൻഡ്നസ്, ഇതൊക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഇനി അടുത്തതാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്.
അബ്സ്ട്രാക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാനും തൊടാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഫിസിക്കൽ ആയിട്ടുള്ള നൗണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺക്രീറ്റ് നൗൺ അല്ലേ? ഇപ്പൊ തിങ്സ് ദാറ്റ് വി ക്യാൻ സീ, ടച്ച്, ഹിയർ, സ്മെൽ ഓർ ടേസ്റ്റ്. ഇപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റില്ലേ? ഒരു ഫിസിക്കൽ കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനമാണ് ആപ്പിൾ അല്ലേ? സോ ഇതുപോലെയുള്ള കോൺക്രീറ്റ് സാധനങ്ങളെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ടേബിൾ, ഡോഗ്, മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റില്ലേ? അപ്പൊ അതെന്താണ്? കോൺക്രീറ്റ് നൗൺ ആണ് കേട്ടോ. ക്ലിയർ? അടുത്തതാണ് കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെൻസിൽ, നമുക്ക് എത്ര പെൻസിൽ ഉണ്ട് എന്ന് എണ്ണി പറയാം അല്ലെ? ഇപ്പൊ 1 പെൻസിൽ അല്ലെങ്കിൽ 2 പെൻസിൽ 3 പെൻസിൽ എന്നൊക്കെ പറയാം. ഇപ്പൊ വെള്ളം, വാട്ടർ, ഒരു വാട്ടർ 2 വാട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ലിറ്റർ എന്നൊക്കെയാണ് പറയാൻ പറ്റുക. അതിന് വേറെ തന്നെ ഒരു മെഷർമെന്റ് യൂണിറ്റ് ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുമോ വെള്ളത്തിനെ? ഇപ്പൊ പഞ്ചസാര ആണെങ്കിലോ 1/2 കിലോ പഞ്ചസാര എന്നാണ് നമ്മൾ പറയാം. അല്ലാതെ 1 പഞ്ചസാര, 2 പഞ്ചസാര, 3 പഞ്ചസാര എന്ന് പറഞ്ഞിട്ടാണോ നമുക്ക് പീടിയെന്ന് കിട്ടുക? അല്ല അല്ലെ? സോ ഇത്തരത്തിലുള്ള കൗണ്ടബിൾ നൗൺസിനെയാണ് ക്യാൻ ബി കൗണ്ടഡ്, എണ്ണാൻ പറ്റുന്ന 1, 2, 3, 4 എന്ന് എണ്ണാൻ പറ്റുന്ന നൗൺസിനെയാണ് നമുക്ക് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാൻ പറ്റുക. അതുപോലെ എണ്ണാൻ പറ്റാത്ത, കനോട്ട് ബി കൗണ്ടഡ്, എണ്ണാൻ പറ്റാത്ത നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഇനി അടുത്തതാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 നൗണുകൾ ജോയിൻ ചെയ്തിട്ട്, ഇപ്പൊ സൺ, ഫ്ലവർ, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വേറൊരു വേർഡ് ഉണ്ടായി അല്ലേ? സൺഫ്ലവർ. ഇപ്പൊ ടൂത്ത്, പല്ല്, പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, വേറൊരു കോമ്പൗണ്ട് നൗൺ ഉണ്ടായി, വേറൊരു വേർഡ് ഉണ്ടായി. സോ ഇത്തരത്തിലുള്ള വേർഡ്സിനെയാണ്, നൗണുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. ബാസ്കറ്റ്, ബോൾ, ബാസ്കറ്റ് ബോൾ. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് നൗൺസ് ആണ്. ഇനി 2 ടൈപ്പ് നൗൺ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിംഗുലർ നൗണും ഉണ്ട്, പ്ലൂറൽ നൗണും ഉണ്ട്. എന്താണ് സിംഗുലർ എന്ന് പറഞ്ഞാല്? ഒരാൾ മാത്രം ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് സിംഗുലർ നൗൺ. ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്ലൂറൽ നൗൺ എന്ന് പറയും അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഒറ്റ ബേർഡോ, നമ്മൾ അതിന് ബേർഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒരുപാട് ബേർഡ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? ബേർഡ്സ് എന്ന് പറഞ്ഞു അല്ലെ? എസ് ആഡ് ചെയ്തിട്ട് അതിനെ എന്താക്കി? പ്ലൂറൽ ഫോമിലേക്ക് ആക്കി. അപ്പൊ ഇതുപോലെ 2 തരത്തിലുള്ള നൗണുകൾ ഉണ്ട്. സിംഗുലർ നൗണും ഉണ്ട്, പ്ലൂറൽ നൗണും ഉണ്ട്. അത് പല രീതിയിലാണ്. എസ് ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആവുന്നതുണ്ട്, ഇ എസ് ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആവുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബസ് എന്ന് പറയുകയാണെങ്കിലോ അതിന്റെ കൂടെ ഇ എസ് ആഡ് ചെയ്താൽ ബസ്സസ് എന്നാവും. ബസ്സസ് എന്നുള്ളതാണ് ബസ്സിന്റെ പ്ലൂറൽ ഫോം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഒരു വുമൺ ഉണ്ട്, ഇതിന്റെ പ്ലൂറൽ ഫോം എന്താ? ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വിമൺ എന്നാണ് യൂസ് ചെയ്യുക അല്ലെ? സോ ഇതുപോലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗണ് ഒരു നൗൺ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, സോ ഈ നൗണിന് ഒരു സെന്റൻസിൽ ഈ നൗണിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. സബ്ജക്ട് എന്ന് പറഞ്ഞാല് ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് അബൌട്ട്, എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്, ഈ ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. നോക്കിക്കേ, ഇത് ക്യാറ്റ് സ്ലീപ്സ്, ഇവിടെ ഒരു ക്യാറ്റ് ഉറങ്ങാണ്. ഇവിടെ ചെയ്യുന്ന ക്രിയ എന്താ? ഉറങ്ങുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അത് ആരാണ് ചെയ്യുന്നത്? സോ ആര് അല്ലെങ്കിൽ ഹൂ, വാട്ട്, എന്ത് എന്നുള്ളത് ഒരു സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നൗൺ ആണ്. ഒബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് എന്താണ്? റിസീവ്സ് ദ ആക്ഷൻ. ഐ കിക്ക് ദ ബോൾ അല്ലെ? ഞാനൊരു ബോൾ കിക്ക് ചെയ്യും, ആക്ഷൻ വന്ന് പതിക്കുന്ന ആൾ, അതാണ് ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട് എന്ത്? നൗൺ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അതിന്റെ ഫംഗ്ഷൻസ്. പിന്നെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. റീനെയിംസ് ഓർ ഡിസ്ക്രൈബ്സ് ദ സബ്ജക്ട്, സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ഹി ഈസ് മൈ ഫ്രണ്ട്. ഇപ്പൊ ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, അവൻ എൻ്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ ഒരു നൗൺ ആയിട്ടാണ്, നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ കോംപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓഫ് പ്രപ്പോസിഷൻ, പ്രപ്പോസിഷന് ശേഷവും എന്ത് ചെയ്യാറുണ്ട്? ഒരു നൗണ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിലൊക്കെ നമ്മൾ നൗണിനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത്രയുമാണ് നൗണിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോണൗൺ എന്താന്ന് പഠിക്കാം. നൗണിൽ ഒരുപാട് ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോണൗൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, ബൈ.